ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ക്രബിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബയോട്ടിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ അഡ്വാൻസ് ആയുർവേദയുടെ ഒരു സ്ക്രബ്ബറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ എന്നാണ് കേട്ടോ. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദയുടെ ഒരു ഫേസ് സ്ക്രബ്ബറാണ് കേട്ടോ. നമുക്ക് അടിപൊളിയാണ്, എല്ലാ സ്കിന്നുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി ഒരു സ്ക്രബ്ബറാണ്. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം നോക്കി നോക്കാം. ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റ് എന്നാണ് അവർ പറയണത്. എനിക്ക് കൂടുതൽ വായിച്ച് നോക്കിയപ്പോൾ ഫുള്ളായിട്ട് ആയുർവേദ സാധനങ്ങളൊന്നും അല്ലാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നാലും എത്രയായാലും കെമിക്കൽസ് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നിയത് ഇത് 100% ആയുർവേദിക് അല്ല, എങ്കിൽ കൂടി ഇതിൽ കെമിക്കൽസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിൽ വാൾനട്ട്സ് ഉണ്ട്, സൺഫ്ലവർ ഓയിൽ ഉണ്ട്, പിന്നെ ഇതിൽ മീത്തി ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതിലുള്ളത്. എങ്കിൽ കൂടിയും നമുക്ക് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ക്രബ്ബറാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കിന്നുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി സ്ക്രബ്ബറാണ്. നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇത് ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് റിവ്യൂ കാണിച്ചു തരുന്നത്. അതിൻ്റെ ഒരു കോലാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ ഇത് പറയുമ്പോൾ കഴിയാനായിരിക്കണം കേട്ടോ. ഈ ഒരു എന്താ പറയുക, കുറച്ച് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ നമുക്കൊരു ഇതെന്ന് പറയുമ്പോൾ ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഒരു ഫേസ് പാക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, പിന്നെ നമുക്കത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫേസിലേക്ക് എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴുത്തിലും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും എന്ത് സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ഫേസ് പാക്കായിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഫേസിലേക്ക് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ വിരലുകൾ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇത് നല്ലൊരു ഫേസ് പാക്കും കൂടിയാണ്. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിനെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവളും യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് അവൾക്ക് കിട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ വിരലുകൾ മുക്കിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാൻ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാനത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് തണുത്ത വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് ഇതാ നന്നായിട്ടുള്ള ഐസ് വാട്ടർ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് മസാജിങ് കൊടുക്കാന്നുണ്ട്, അതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആകും, നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 1 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യണ ഇതുപോലത്തെ പാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് പ്രാവശ്യം തുടച്ചെടുത്തപ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയി പോലുണ്ട്, നന്നായിട്ട് ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഉണ്ടായിരുന്ന കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കുറേശ്ശെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 100% ആയുർവേദിക് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരാൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു എത്ര പ്രാവശ്യം, ഒരു 9-10 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ ആൾക്കാരുള്ള കാരണം എത്ര പേര് യൂസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ല, അതിൽ ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഒരു വീക്കിലി ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4 മാസമൊക്കെ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റൂട്ടോ. നമുക്ക് അത്രയും നല്ല യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ക്രബ്ബറാണ് ഇട്ടത്. ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഉടനടി പോയിട്ട് മേടിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ഏതൊക്കെ സൂട്ട് ആവുന്നത്, ചിലപ്പോൾ അലർജിക്കുള്ള ആൾക്കാരുണ്ടാവും, ഈ ചെറിയ സാധനങ്ങൾ അലർജിയുള്ള ആൾക്കാരുണ്ടാവും. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഡിയേഴ്സ്, ലവ് യു ഓൾ.